Hey guys, it's me Makku Maki. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയുള്ളത് വെച്ചാൽ മഞ്ചേരിയിലെ എമഹയുടെ ഷോറൂമായ ഫോറസ്റ്റ് മോട്ടോഴ്സിലാണ്. ഇവിടെ നമ്മുടെ മൈലേജ് കിങ്സായ എമഹയുടെ മൈലേജ് കിങ്സായ ഫാസിനോ റേസഡാറിൻ്റെ മൈലേജ് ടെസ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏകദേശം 10-12ഓളം കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഓടി തിരിച്ച് വന്നിട്ട് ആണ് നമ്മുടെ മൈലേജിൻ്റെ കാര്യം നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അത് മാത്രമല്ല ഗൈസ്, അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ വന്ന കസ്റ്റമേഴ്സിന് കൈ നിറയെ സമ്മാനവും അതുപോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോളും നമ്മളെ യമഹ കമ്പനി ഫോറസ്റ്റ് മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാനുണ്ട്. ഏകദേശം 10-11 വണ്ടികളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വണ്ടി ഇതാ നമ്മൾ ഫ്യൂവല് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഷിയാബാക്കിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വന്ന വണ്ടികളെല്ലാം നമ്മളെ അബി പ്രോ ഒക്കെ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നേരെ മുന്നിലേക്ക് കൊടുത്തിട്ട് ആണ് ഫുള്ള് ഫ്യൂവല് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്യൂവല് നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്യും, ഈ നെക്ക് വരെ ഫില്ല് ചെയ്യും. അത്ര ബാക്കിൽ നിന്നാണ് നോക്കേണ്ടത്. ഈ നെക്ക് വരെ നമ്മൾ ഫ്യൂവല് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 30 കിലോമീറ്റർ ഓടിച്ച് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ നെക്ക് വരെ തന്നെ തിരിച്ച് ഫില്ല് ചെയ്യും. രണ്ടാമത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് മെഷർ ചെയ്തിട്ടായിരിക്കും. ആദ്യം 500 ml പെട്രോൾ എടുക്കും, ഒഴിക്കും. എത്ര പെട്രോളാണ് അതിൽ ചിലവായിരുന്നുള്ളത്, 500 മൈനസ് നമ്മൾ ഒഴിച്ച പെട്രോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര പെട്രോളാണ് നമ്മൾ എടുത്തതെന്നുള്ളത്. അപ്പോൾ കിലോമീറ്റർ ഓടാൻ എത്ര പെട്രോളാണെന്നുള്ളതാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരിക. അപ്പോൾ സാറ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ വേറെ തന്നെ ഒഴിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തിരിച്ച് വന്നാലും ആ പോയിൻ്റ് വേറെ തന്നെ ഒഴിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫ്യൂവല് ഫുള്ള് ഫില്ലാക്കുക നമ്മളെ ഷിയാബാക്കി. അതേപോലെ തന്നെ യമഹയുടെ മെക്കാനിക്കായ പ്രസാദേട്ടനും കൂടിയിട്ടാട്ടോ അത് ഫില്ല് ചെയ്യുന്നത്. നോക്കണം, ഈ കാണുന്നത് കേട്ടോ നമ്മളെ മഞ്ചേരി ഫോറസ്റ്റ് മോട്ടോഴ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്പോട്ട് വരുന്നത് നമ്മളെ 22 മഞ്ചേരി 22 അപ്പോൾ ഏകദേശം പകുതി ആയിട്ടുണ്ട് വണ്ടികളൊക്കെ ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ട്. യമഹയുടെ സർവീസ് എഞ്ചിനീയറായ അശ്വിൻ സാറ് അവിടെ കസ്റ്റമേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. 400 ml ആണ് ആ 30 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന പെട്രോൾ. ഈ രീതിയിലാണ് നമ്മൾ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ വന്ന വണ്ടികളിൽ പല വണ്ടികളും പല ചെറിയ കിലോമീറ്റർ ആയ വണ്ടികളുണ്ട്. 4000 കിലോമീറ്റർ, 6000 കിലോമീറ്റർ, 1000 കിലോമീറ്റർ അങ്ങനെയായിട്ട് വണ്ടികളുണ്ടാവും. അപ്പോൾ വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുന്ന രീതി, നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ്, നമ്മളെ വെയിറ്റ്, ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേറ്റ്, നമ്മൾ എഫർട്ട് കൊടുക്കുന്നതിൻ്റെ രീതി, ഇതിനെല്ലാവരും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ എല്ലാവരും എല്ലാ യമഹ വണ്ടിയല്ലേ എല്ലാവർക്കും ഓരോ മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മൈലേജ് നമുക്ക് കിട്ടുന്നത് ഓരോരുത്തർക്ക് കിട്ടുന്ന ഓരോ മൈലേജ് ആയിരിക്കും. നമ്മൾ ഓടിക്കുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും മൈലേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റൂട്ട് ഓടിക്കേണ്ട രീതി. അങ്ങനെയാണ് മാക്സിമം എല്ലാവരും ആ രീതിയിൽ ഓടിക്കുക. ഏകദേശം 11 വണ്ടികൾ ഉണ്ട്. ഫാസിനോയും പിന്നെ അതുപോലെ തന്നെ ഒരു റേസഡാറാണുള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളകത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ സാറ്. അപ്പോൾ ബാക്കി അവർ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഏതായാലും കസ്റ്റമേഴ്സ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റാണ്. എല്ലാവർക്കും നമ്മളെ യമഹേൻ്റെ ജെയ്സിയൊക്കെ ഇട്ട് അടിപൊളി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇറങ്ങാൻ ശ്രദ്ധിക്കണേ. നേരെ എങ്ങനെ വരും. അപ്പോൾ ഗൈസ് ഏറെക്കുറെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലാഗ് ഓഫിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അവരുടെ കൂടെ ഒന്ന് പോയേക്കാം. ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം അരീക്കോട് കാവന്നൂർ എത്തുന്നതിന് മുന്നേ എളയൂർ പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ അവിടുന്ന് റൗണ്ട് അടിച്ച് നേരെ ഇങ്ങോട്ട് വരാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഗൈസ് പലരും പല സ്പീഡിലായതുകൊണ്ട് തന്നെ പിന്നെ പല രീതിയിലാണ് പോണത്. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ച് കസ്റ്റമേഴ്സ് അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ പലരും പല സ്പീഡിൽ 40-ലും 50-ലൊക്കെ പല ഡിഫറെൻറ്റ് സ്പീഡിലായിട്ടാണല്ലോ പോവുക.
ഇവരൊക്കെ എന്താ വെച്ചാൽ ഇളയൂർ പോയിട്ട് തിരിച്ച് വരുന്ന ടീംസാട്ടോ. അപ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വന്ന് നമ്മൾ ഏകദേശം മഞ്ചേരി എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ കുറേ പേര് പിന്നെ വന്നിട്ടുണ്ട്, കുറേ പേര് ഇനി വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് ഭക്ഷണം കഴിക്കണമുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി എത്ര മൈലേജ് കിട്ടും എന്ന് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ബാക്കിയുള്ള ഫ്യൂവൽ ബാക്കി ഒഴിച്ചിട്ട് വേണം എത്ര ഓടിയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി പരിപാടികൾ നമ്മൾ നോക്കും. നല്ല ചിക്കൻ കറിയും വെള്ളപ്പവും, വെള്ളപ്പല്ലേ, പത്തിരി, ഇടിയപ്പം. അതാ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ അതിനിപ്പോൾ ലാസ്റ്റ് 4 പേര് വരാനുണ്ട്. അപ്പോൾ എത്ര എണ്ണ കൺസ്യൂം ചെയ്തുള്ളത് നോക്കുകയാണ്. ബാക്കി എത്ര എണ്ണ ബാക്കിയുള്ളത് നോക്കുകയാണ്. അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര മൈലേജ് കിട്ടി എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരു വണ്ടീൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി വണ്ടികൾ മൈലേജിൻ്റെ കാര്യം, ബാക്കി എത്ര അതിൽ എണ്ണ ബാക്കി എത്ര ഒഴിക്കും, അതായത് ടാങ്ക് ഫുള്ളാവാൻ വേണ്ടിയിട്ട് എത്ര ബാക്കി ഒഴിക്കും എന്നതിന് അടിസ്ഥാനമാക്കിയായിരിക്കും എന്തുണ്ടാവുക മൈലേജ് നോക്കുക. 200 രൂപ ബാക്കിയുണ്ട്, 220 ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ 220 ml ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എത്ര കിലോമീറ്റർ മൈലേജ് ഉള്ളത് ബാക്കി കുറച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നോക്കിയതിന് ശേഷം കമ്പനിയിൽ നിന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഒരു ഏരിയ ഉണ്ടാവും. നിങ്ങൾ ടാങ്ക് എപ്പോഴും ഫ്ലാറ്റ് ആവില്ല, ടാങ്കിലൊരു കയറ്റിറക്കം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ പെട്രോൾ അടിഭാഗത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ അതിന് ഫ്യൂൽ കോക്കൽ ലൈൻസിൽ ഈ പെട്രോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള മൈലേജ് കിട്ടില്ല. 1 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാലും വണ്ടി ചിലപ്പോൾ ഇതായി നിൽക്കും. പക്ഷേ അടിഭാഗത്ത് ടാങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഊരിയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ടാങ്കിൽ വീണ്ടും നമുക്കൊരു പെട്രോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കാത്തത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. കാരണം നെക്ക് വരെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്രോൾ താഴെ കുറച്ചുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 30 കിലോമീറ്റർ ഓടാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചത് തിരിച്ച് നിങ്ങൾക്ക് അളന്നിട്ടാണ്. ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തെന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ. അത് നെക്ക് വരെ ഫില്ല് ചെയ്തു, 30 കിലോമീറ്റർ ഓടി വന്നു, തിരിച്ച് 500 ml എടുത്ത്. 500 ml എല്ലാവർക്കും കണ്ടല്ലോ അല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ 500 ml. തിരിച്ചൊഴിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ മൈലേജ് ചെക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി നിങ്ങളെ റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യുമോ ഓരോരുത്തർ? നമ്മൾ ഈ 30 കിലോമീറ്റർ ഓടിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് 50 രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ഓടിക്കുന്ന സമയത്ത് വേറെ കുറച്ചുകൂടിയും ഞാൻ ഇങ്ങനെ ടിപ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടായി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയണ്ട. ട്രാഫിക് കുറവാണ്, ബ്രേക്കിംഗ് കുറവായിരുന്നു. ആവശ്യം വന്നിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എഫിഷ്യൻസിയാണ്. കാരണം നമ്മളിപ്പോഴത്തെ ഈ റോഡ്, ഇപ്പോൾ നിങ്ങൾക്ക് റോഡ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, കുറച്ച് കുണ്ടുകുഴിയുള്ള റോഡാണ്, ടൗണാണ്, തിരക്കുണ്ടാവും. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തിരക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ആവറേജ് മൈലേജ്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു കമ്പനി പറയുന്ന ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 73 അത് യമഹ പറയുന്നതല്ല. യമഹ നമുക്ക് കമ്പനിക്ക് ഒരിക്കലും ഇപ്പോൾ മൈലേജ് പറയാൻ പാടില്ല. പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഫ്ലെക്സ് അടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും കടകളിലൊക്കെ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ആ മൈലേജ് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ സിഗ്വീൽ എന്ന് പറഞ്ഞിട്ടൊരു തേർഡ് പാർട്ടി ടീമുണ്ട്. അതായത് എല്ലാ ഓട്ടോമൊബൈലിലെ വണ്ടികളും എടുത്തിട്ട് അവർ ഓടിച്ച് നോക്കും. അവർ ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഹൈവേ കൂടെ ഓടിച്ച് നോക്കും, മോശമായ റോഡ് കൂടെ ഓടിച്ച് നോക്കും, തിരക്കുള്ള ടൗണുകൾ ബാംഗ്ലൂർ, കോയമ്പത്തൂർ അങ്ങനത്തെ തിരക്കുള്ള ടൗണിൽ ഓടിച്ച് നോക്കും. പിന്നെ ആ ഹില്ലി ഏരിയയിൽ, വയനാട് അങ്ങനത്തെ ഏരിയകളിലൊക്കെ ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ആവറേജ് മൈലേജ് ആയിട്ട് അവരെടുക്കുന്നത് ഏകദേശം 73 അവർ പറയുന്നത്. ആ ഒരു അവരെ പറയില്ല, കമ്പനിയല്ല പറയുന്നത്, അവരെ മൈലേജാണ് 73 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ 11 വണ്ടിയാണ് നമ്മൾ ഓടിച്ചത്. ഈ 11 വണ്ടിയുടെ ആവറേജ് നമുക്ക് ഏകദേശം കിട്ടിയിട്ടുള്ളത് 86 അല്ല, ഓൾമോസ്റ്റ് 86 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് മൈലേജ് ഇന്ന് എല്ലാവരുടെയും ആവറേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ചില ആൾക്കാർക്ക് ഭയങ്കര കൂടുതലുണ്ടാവും, കുറവുണ്ടാവാം,
ഓടിക്കുന്ന രീതി ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടിയെന്നുള്ളത് ഇപ്പോൾ റിവൈൽ ചെയ്യും. അതിൽ ഏറ്റവും ടോപ്പ് 3 പേർക്കാണ് നമ്മൾക്ക് അവാർഡുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിപ്പോൾ ചിലപ്പോൾ ഇന്ന് ഓടിച്ച അയാൾ ഓടിച്ച രീതിയായിരിക്കും, ചിലപ്പോൾ നാളെ അങ്ങനെ ആയിരിക്കില്ല ഓടിക്കുക. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഓടിച്ച് 40 കിലോമീറ്റർ, ചിലപ്പോൾ ആ തിരക്ക റോഡ് അങ്ങനെ ആയിരിക്കില്ല. ഇതെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആവറേജ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറഞ്ഞാൽ 86 ആണ് ആവറേജ് മൈലേജ്. ഇനി ഇൻഡിവിജ്വൽ മൈലേജ് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അനൗൺസ് ചെയ്യാം. അതിനുള്ളിൽ ഷാബ്ക്ക നമ്മളെ ഇപ്പോൾ ഓണം കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഏത് കളർ വേണമെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണ്, വണ്ടി സ്റ്റോക്ക് റെഡിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലൊക്കെ വണ്ടി എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. ഇതിനൊക്കെ എന്ത് ബുദ്ധിമുട്ടോ എന്ത് പ്രശ്നങ്ങളുണ്ട് എല്ലാവരുടെ എൻ്റെ പേഴ്സണൽ നമ്പറും ഉണ്ട്, ഏത് സമയത്ത് തന്നെ വിളിച്ചാലും കിട്ടും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു പോകും. ഈ കമ്പനിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ സൈഡിൽ നിന്നോ ഷോറൂമിൻ്റെ സൈഡിൽ നിന്നോ എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇടപെട്ടത് ഇൻഷാല്ലാ ക്ലിയർ ആക്കി തരും. ഗിഫ്റ്റും ഉണ്ട്. ഓക്കെ, അടുത്ത് ഷിഹാബുദ്ദീൻ കിട്ടിയിട്ടുള്ള മൈലേജ് 75 മൈലേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 75 കിട്ടിയിട്ടുള്ള മൈലേജ്. അത് ജംഷീന കിട്ടിയിട്ടുള്ള മൈലേജ് 75.22 നമുക്ക് കിട്ടിയിട്ടുള്ള മൈലേജ്. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് അക്ബർ. സാർക്ക് എത്ര മൈലേജ് ആവും? 55,000. സാർക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 80.64 കിട്ടിയിട്ടുള്ള മൈലേജ്. ഓക്കെ, മോൾക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 84 കിലോമീറ്റർ/ലിറ്ററിലാണ് ആവറേജ് മൈലേജ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് മുസ്തഫാർക്ക് എത്ര മൈലേജ് കിട്ടുന്നുള്ളതാണ് പ്രതീക്ഷ? എത്രയാണ് കിട്ടുന്നുള്ളത്? 80 ആണ് പുള്ളി പറയണ മൈലേജ്. ആദ്യം നിങ്ങൾ എത്ര പറഞ്ഞ മൈലേജ്? ഇല്ല അല്ലേ, 80 എന്നുള്ള രീതിയിലാണ് നോക്കിയിട്ടോ മുന്നേ. ഓക്കെ, 80 പറയാൻ കാരണം ആവറേജ് നിങ്ങൾ പെട്രോൾ അടിക്കുന്ന കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 80 കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഈ പ്രോസസ്സ് വളരെ കറക്റ്റാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. പുള്ളിക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 86.55. അടുത്ത് റിയാസ്ക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 89.28. ഓക്കെ, നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കുറവുണ്ടാകും, നമ്മൾ കൊടുക്കുന്നതാണ്. ഇർഷാദ് VM സാറ്, ഇർഷാദ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുകയാണ്. സാർക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് 70.70 കിട്ടിയിട്ടുള്ള മൈലേജ്. ഓക്കെ, ആണ് സാർക്ക് കിട്ടിയിട്ടുള്ള മൈലേജ്. സർട്ടിഫിക്കറ്റ് നമുക്ക് തരാം. നമ്മൾ ലാസ്റ്റ് വന്ന ആളാണ്, 11ാമത്തെ ആളാണ്. നമ്മൾ 10 ആളാണ് പറഞ്ഞത്, 11ാമത്തെ ആളെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിന് ഒരു ചെറിയ കുറവുണ്ട്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അടുത്ത 3 ആൾക്കാർ ആരൊക്കെയാണെന്ന് കൈവെക്കോ? ഇനി പേര് വിളിക്കാത്ത 3 ആൾക്കാർ, ഫസ്റ്റ് സെക്കൻഡ് തേർഡിൻ്റെ ആൾക്കാരാണ് ഇവർ. ഓക്കെ, ഒരു 3 പേരൊന്ന് എണ്ണിക്കോ ജസ്റ്റ്. ഓക്കെ, ഇവരാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡിൻ്റെ ആൾക്കാർ. എത്രയായിരിക്കും മൈലേജ് കിട്ടിയിരുന്നത്? കാരണം ഈ പുള്ളിക്കാരൻ രാവിലെ എനിക്ക് തോന്നുന്നു 6 മണിക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഫസ്റ്റ് പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ വന്നത് എന്തായാലും വെറുതെ ആയില്ല. എത്രയായിരിക്കും കിട്ടാൻ ഉദ്ദേശിക്കുന്ന മൈലേജ്? 89. സാറിൻ്റെ പേര്? ജമാലുദ്ദീൻ സാറിൻ്റെ എത്രയായിരിക്കും കോൺസെപ്റ്റ്? 60 ഡൗട്ടിലാണ് നിൽക്കുന്നത്. ഇതേപോലെ ചെക്ക് ചെയ്തിട്ടുണ്ടോ മുന്നേ? എങ്ങനെയാണ് മൈലേജ് ചെക്ക് ചെയ്തിട്ടുള്ളത്? പൈസ കമ്പയർ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ പല ആൾക്കാർ പറഞ്ഞത് മീറ്ററിലെ ആവറേജ് നോക്കിയിട്ട് ഇത്രേ കിട്ടുള്ളൂ. മീറ്ററിലെ ആവറേജ് എന്ന് പറയുന്നത് കമ്പനി 3 പ്രാവശ്യം നമ്മൾ വണ്ടി റൺ ചെയ്ത് കീ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴുള്ള ഒരു ആവറേജ് മൈലേജാണ് കാണിക്കുന്നത് മീറ്ററിൽ.
അതൊരിക്കലും അക്യുറേറ്റ് ആയിട്ടുള്ള മൈലേജ് അല്ല, അത് ജസ്റ്റ് ഒരു ആവറേജ്. നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് ഇപ്പൊ മഞ്ചേരത്തിന് മുന്നോട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ അതും റെക്കോർഡ് ആവും. നമ്മൾ ട്രാഫിക്കിൽ പോകുമ്പോൾ ഓഫ് ആയി കഴിഞ്ഞാൽ അതും പിന്നെ അടുത്ത വീട്ടിൽ എത്തുമ്പോൾ ആ 3 മൈലേജിന്റെ ആവറേജ് ആണ് അതിൽ മീറ്ററിൽ കാണിക്കുന്നത്. കറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ. പിന്നെ പിന്നെ നിങ്ങൾ നോക്കുന്നത് 1 ലിറ്റർ അത് പറഞ്ഞു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1 ലിറ്റർ ഒഴിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു അക്യുറേറ്റ് മെത്തേഡ്. സാറപ്പോൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് സാറിൻ്റെ പേര് അസ്ലർ. സാർ ഇത് മുന്നേ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അത് സാറ് ഓടിക്കുമ്പോൾ സാർ പോലീസിലാണ്. ഓക്കെ. അപ്പോൾ സാറ് ഇതിൽ മുന്നേ ഒരു ചെക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൈലേജ് സാർക്ക് ഇപ്പോൾ ഏകദേശം ഓടിക്കുമ്പോൾ സാർക്ക് ഇത്ര പെട്രോൾ ഓടിക്കുമ്പോൾ സാർക്കൊരു അല്ല സാറ് ഓടിക്കുമ്പോൾ സാർക്കൊരു വണ്ടിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? ഇതൊരു അങ്ങനെ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. എന്തായാലും ഞാൻ തേർഡ് അനൗൺസ് ചെയ്യാണ്. തേർഡ് ഗോപികൃഷ്ണൻ സാൻ. ഗോപികൃഷ്ണന് കിട്ടിയിട്ടുള്ള 89.64 ആണ് കിട്ടിയിട്ടുള്ള മൈലേജ്. ഓക്കെ. അപ്പോൾ ഒരു മൊമെൻറ്റം ഉണ്ടാവും തേർഡ്. ഓക്കെ. ഫോട്ടോ എടുക്കും. ഓക്കെ. സോ കിട്ടിയിട്ടുള്ള മൈലേജ് 89.64 ആണ് കിട്ടിയിട്ടുള്ള മൈലേജ്. ഇനി നമുക്കുള്ളത് സെക്കൻഡും ഫസ്റ്റും ആണ്. സെക്കൻഡ് അനൗൺസ് ചെയ്യാൻ പോണ് അഷർ സാർക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 92.59 ആണ്. ഓക്കെ. സാറ് വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്ന് എല്ലാവരും ഒരേ റൂട്ടിലാണ് ഓടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാറ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒരു സ്ഥിരമാണ് പോണ റോഡാണ്, കാര്യങ്ങളറിയാം. വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഓടിക്കുമ്പോൾ സാധാ ഇന്ന് ഓടിക്കുന്ന രീതിനേക്കാളും മാറിയിട്ട് ഇന്ന് ട്രാഫിക് കുറവായിരുന്നു, സ്പീഡ് ഇങ്ങനെ തന്നെ ഓടിക്കുക, അതോ ആവറേജ് ആ സ്പീഡിലാണ് പോലുള്ളത്? ഓക്കെ. അപ്പോൾ സാർക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് 92.59 ആണ്. ഓക്കെ. സോ നമ്മളെ ഫസ്റ്റ് അനൗൺസ് ചെയ്യേണ്ട നമ്മളെ ജമാലുദ്ദീൻ സാറാണ്. സാറൊന്ന് ഫ്രണ്ടോട്ട് വരും. ഒന്ന് ഇർഷാദിക്കും ഒന്ന് ജമാലിക്കും. വിളിക്കുമ്പോൾ മൈലേജ് കിട്ടില്ല. ഇർഷാദ് എന്നോട് പറഞ്ഞത് 48 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ, 49 കിട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ കിട്ടിയിട്ടുള്ളത് പ്രശ്നം ഉണ്ടായിരുന്ന മൈലേജിൽ ഇഷ്യൂ ഉണ്ടായിരുന്ന എന്താണ് തോന്നാൻ കാരണം? മൈലേജിന്റെ പ്രശ്നമില്ല എന്ന് പറയാൻ അല്ല, മൈലേജ് ഇല്ല എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? തോന്നാൻ കാരണം എന്തായിരുന്നു? എങ്ങനെ നമ്മൾ ഇത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 2000? ഓക്കെ. അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. ആണ്. അപ്പൊ ഇതാണ് ഒരു കറക്റ്റ് മെത്തേഡ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണേൽ നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വണ്ടി ആയാലും, അല്ലെങ്കിൽ ഈ വണ്ടി തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് പല ടെറൈനിലും ഓടിക്കും. കാരണം നിങ്ങളിപ്പോൾ എന്നും ഓടിക്കുന്ന കിലോമീറ്റർ ചിലപ്പോൾ ഓഫീസിലേക്കായിരിക്കും, ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ റൂട്ടായിരിക്കും എന്നും ഓടിക്കുന്നുണ്ടാവും. ആ ഓക്കെ. അപ്പോൾ സാറ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പൈസക്കാണ് അടിക്കുക അല്ലേ? ഇത്ര രൂപ, 100 രൂപ, 100 രൂപയ്ക്ക് പെട്രോള്, 100 രൂപ പെട്രോളിൻ്റെ റേറ്റ് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇത്ര കിലോമീറ്റർ എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അല്ല, പല ആൾക്കാർ റോങ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവും. അതായത് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഇതാകും. എപ്പോഴും 100 രൂപയ്ക്ക് അടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എപ്പോഴും പെട്രോൾ നമുക്ക് അടിക്കുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എപ്പോഴും നിങ്ങൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ നമ്മളും പറയാം, അല്ലെങ്കിൽ ലിറ്ററിൽ അടിക്കാം. ഇത്ര ലിറ്റർ പറയാം. ഓക്കെ. അപ്പോൾ ഒരു പമ്പം തന്നെ ഓടിക്കണോണ്ട് ആ മെയിൻ്റെനൻസിൻ്റെ ആയിരിക്കാം സാർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. സാർക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 96.15. സെയിം പമ്പം തന്നെയാണ് എപ്പോഴും ഓടിക്കുന്നത്. ഓക്കെ. 96.15 ഇതാണ് സാർക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് മൈലേജ് എന്ന് പറയുന്നത്. ഓക്കെ. സാറ് 2 വാക്ക്. ഓക്കെ. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ആവറേജ് മൈലേജ്. ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ മാറും. നമ്മൾ ഓടിക്കുന്ന രീതി, ആളുടെ വെയിറ്റ്, വണ്ടിയുടെ ഇത്, കിലോമീറ്റർ കുറവുള്ള വണ്ടികൾക്ക് കുറച്ചുകൂടി കിലോമീറ്റർ വേണം. ഇതിപ്പോ ഇന്ന് നമ്മളിവിടുത്തെ HP എല്ലാവർക്കും ഒരേപോലെ തന്നെ വെച്ചിട്ടുള്ളത്. ഇത്ര രൂപയ്ക്ക് ഇന്നല്ല, കറക്റ്റ് അളവാണ് വെച്ചിട്ടില്ല. നമ്മൾ ഫുൾ ടാങ്ക് വെച്ചിട്ട് അതിന് കുറയുന്ന ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ മാറ്റം ഉണ്ടാവില്ല. എന്തായാലും 100 അടിക്കാതെ നിങ്ങൾ ലിറ്ററിൽ അടിക്കുക. 2 ലിറ്റർ, 3 ലിറ്റർ അങ്ങനെ വന്നിട്ട് തന്നെ അടിക്കുക. ഇതേവരെ നിങ്ങൾക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ഇടണം, നിരപ്പായ സ്ഥലത്ത് നിർത്തണം. അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ച് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് ചെക്ക് ചെയ്യണം. അത് ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് നോക്കണം. ആ പോയിന്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഓപ്പൺ ആയിട്ടാണ്. ഇപ്പോൾ ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ വരണ്ടാവുന്ന വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ആരുടെ വണ്ടിയിൽ ഫില്ല് ചെയ്യുന്നതും
ഭയങ്കര ഓപ്പൺ. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലല്ലാതെ ഒരു ഓപ്പൺ ആർക്ക് വേണമെങ്കിൽ കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു മൈലേജ് ചലഞ്ച് എന്നുള്ള പരിപാടി യമഹയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ വേറൊരു കോമ്പറ്റീറ്റേഴ്സും എല്ലാവരും പറയുന്നുണ്ട് മൈലേജ് ഉണ്ടെന്ന്. ഒരാളും കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഇതേപോലെ ധൈര്യത്തോടെ നിങ്ങളെ വണ്ടി ഇതിന് മുന്നേ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കാര്യങ്ങൾ ആരുമില്ല, നമ്മുടെ അടുത്ത് എടുത്ത കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. അവരവർ ഓടിക്കുന്ന സ്റ്റൈലിൽ തന്നെ വണ്ടി ഓടിച്ച് വന്ന് അവർക്ക് കിട്ടുന്ന മൈലേജ് നിങ്ങൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊരു ചലഞ്ചാണ്. അതെ, അപ്പോൾ നമ്മളും ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തുള്ളത്. ആസ് എ യമഹ കമ്പനി ഞങ്ങളൊരു ചലഞ്ച് ഏറ്റെടുത്തത്. കാരണം നിങ്ങളെ വണ്ടി ഇതിന് മുന്നേ ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ വണ്ടി എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് അറിയില്ല, നിങ്ങളെ വണ്ടി ഇതിന് മുന്നേ എടുത്തിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വണ്ടി കൊണ്ടുവന്നു, ഫില്ല് ചെയ്തു, എന്നിട്ട് എത്ര കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പലർക്കും കിട്ടി. ഇപ്പോൾ ചില ആൾക്കാർ ചെക്ക് ചെയ്ത ആൾക്കാരുടെ അതിൻ്റെ അടുത്ത് തന്നെ മൈലേജ് നമ്മളെ റിസൾട്ടിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ ഒരു മൈലേജ് ചലഞ്ച് വേറൊരു കമ്പനീസും നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളെ വണ്ടിയുടെ മൈലേജസ് നമുക്ക് അത്രയും കോൺഫിഡൻസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ആക്ടിവിറ്റി നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് മോട്ടോഴ്സ് യമഹ, ഞങ്ങൾ യമഹ സൈഡിൽ നിന്ന് വരുന്നതാണ്. ഫോറസ്റ്റ് മോട്ടോഴ്സ് മഞ്ചേരി YBC ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും യമഹ അതേപോലെ ഓരോ ഫീച്ചേഴ്സ് കേട്ട് വന്ന് എടുത്തുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ YBC സപ്പോർട്ട് ചെയ്യുക ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ കിലോമീറ്റർ മൈലേജ് ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ചെറിയ കിലോമീറ്ററിൽ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യരുത്. കാരണം അതിൻ്റെ അക്യുറസി ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 30 കിലോമീറ്റർ വെച്ചത്. അല്ലെങ്കിൽ 5-10 കിലോമീറ്റർ വരെ ഓടിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിലെ ലാഭമാണ് ഞങ്ങൾ നടത്തുന്ന ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ 30 കിലോമീറ്റർ വെച്ച് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം 25 to 30 കിലോമീറ്റർ എന്നുള്ളൊരു ലെവലിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് യമഹയുടെ പേജിൽ നോക്കി കഴിഞ്ഞാലും എവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മൈലേജ് ചലഞ്ച് ആക്ടിവിറ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ നമ്മൾ ഈ ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. അവിടെയൊക്കെ നടത്തുന്ന ഓരോ ടറിൻ്റെ മൈലേജും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അശ്വിൻ സാറാണ്. അശ്വിൻ സാർ നമ്മൾ തമിഴ്നാട്ടിലെ സർവീസ് ഹെഡാണ് യമഹയുടെ. അപ്പോൾ പുള്ളിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. 2 വാക്ക് സംസാരിക്കാം. And one more thing, maintenance tips is fuel injector clean பண்ணுறது. எல்லா ஃபியூலும் இப்போ டர்ட் இருக்குது கண்டாமினேஷன். ஸோ அது க்ளீன் பண்ணால் வில் கெட் அ குட் மைலேஜ். அப்புறம் whenever filling the petrol they should check the air pressure. அந்த 2 முடிச்சு. സോ ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഫസ്റ്റ് വെഹിക്കിളിൻ്റെ മെയിൻ്റെനൻസ് ആണ്. പ്രോപ്പറായിട്ടുള്ള സർവീസ്. ഓയിൽ ചേഞ്ച് ആയാലും നമ്മളത് ലോക്കൽ വർക്ക്ഷോപ്പിൽ പോകാതെ അവർക്ക് അറിയില്ല എന്താ ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് ഉണ്ടാവുക. അവർക്ക് നമ്മൾ ട്രെയിനിങ് എല്ലാ 6 മാസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഉപയോഗിക്കുന്ന പാർട്സ് ജെന്യുവിൻ പാർട്സ്. സോ ഇതെല്ലാം നമ്മൾ മൈലേജിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പെട്രോളിൻ്റെ ക്വാളിറ്റി, അടിക്കുന്ന പമ്പ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സർവീസ് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ കിലോമീറ്ററിലെ വണ്ടികൾക്ക് ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അധികം മൈലേജ് കിട്ടില്ല. നമ്മൾ ഇതിന് മുന്നേ ചെക്ക് ചെയ്ത സമയത്ത് ഒരു 1000 കിലോമീറ്റർ ചെറിയ മൈലേജുള്ള കിലോമീറ്റർ ഓടിയ വണ്ടികൾക്ക് അതൊരു കിട്ടില്ല. കാരണം ആ കിലോമീറ്റർ കവർ ആവണം നമുക്കൊരു പ്രോപ്പർ മൈലേജിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സർവീസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ സ്കൂട്ടർ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇത്രയും മൈലേജ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രിസൈസ് ആയിട്ടുള്ള നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് നമ്മൾ അതിനുള്ളിലുണ്ട്. ആ ഡിവൈസ് നമുക്ക് എല്ലാ 6000 കിലോമീറ്റേഴ്സും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് നല്ല എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാ 6000 കിലോമീറ്ററിൽ വന്നിട്ട് ഫ്യൂൽ ഇഞ്ചക്ടർ നമുക്ക് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. നമുക്ക് വലിയൊരു ലിക്വിഡ് വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ വീക്കിലും നിങ്ങൾ എയർ പ്രഷർ ചെക്ക് ചെയ്യണം, എല്ലാ ആഴ്ചയിലും. ഓക്കെ, ഏറ്റവും ബെറ്റർ മോർണിംഗ് ടൈമിൽ. ഓക്കെ, വണ്ടി കുറേ ഓടി ചൂടായിട്ട് കൊണ്ടുപോയിട്ട് പെട്രോൾ ഇത് ചെയ്യരുത്. പെട്രോൾ അടിക്കാനും എയർ അടിക്കാനും ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് എപ്പോഴും കൂളായിരിക്കുന്ന സമയത്ത്, അതായത് ഈ മോർണിംഗ്, ഏർലി മോർണിംഗിൽ വേണം നിങ്ങൾ. എയർ പ്രഷർ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ പെട്രോളിൻ്റെ ഡെൻസിറ്റി അതെ ഏറ്റവും ഇതാകുന്നത് മോർണിംഗിലാണ്. അപ്പോൾ ആ ടൈമിൽ എപ്പോഴും നിങ്ങൾ എയർ പ്രഷർ ആയാലും നോക്കുക. എല്ലാ ആഴ്ചയും നിങ്ങൾ ചെക്ക് ചെയ്യുക. എല്ലാ പെട്രോൾ പമ്പിലും ഇപ്പോൾ ഫ്രീ ആണ്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അക്യുറേറ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ പെട്രോൾ അടിക്കുന്ന കൂടെ തന്നെ എല്ലാ ആഴ്ചയും നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടയറിൻ്റെ ലൈഫും കിട്ടും, അതേപോലെ തന്നെ മൈലേജിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. എയർ പ്രഷർ കുറവുണ്ടെങ്കിലും ഓക്കെ, അപ്പോൾ പ്രോപ്പർ സർവീസ്, ഇഞ്ചക്ടർ ക്ലീനിങ്, എയർ പ്രഷർ മെയിൻറ്റെയിനിങ്. ഓക്കെ, ഓക്കെ, ഈ മൈലേജ് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫ്രണ്ട്സിനടുത്ത് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോസ് എല്ലാവർക്കും, നിങ്ങൾക്ക് ട്രോഫി പറഞ്ഞ ഫോട്ടോസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ വാട്സപ്പിലോട്ടും ഈവെൻറ്റിൻ്റെ ഫോട്ടോസ് അയച്ചു തരും. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ അത്ര എല്ലാ സർവീസും ചെയ്യില്ല. ഓക്കെ, ഇത് ഇഞ്ചക്ടറാണ്, ഇത് അതിലൊരു പർജാണ്. ആ പർജിലോട്ട് നമ്മൾ എടുത്തത് ஒரு ஸ்க்ரூ எடுத்துட்டா பைப்ல வரும் ட்ரைன் போட்டு டஸ்ட் இதெல்லாம் வரும். பட் இன்ஜெக்டர்ல வந்து we have to clean அப்படின்னு சொல்லிட்டு. അത് പണ്ട് കാർബേറ്ററിൽ നമുക്ക് ഡ്രെയിൻ ബോളിലോട്ടുണ്ട് താഴെ അത് വെച്ച് കഴിഞ്ഞാൽ
അതിൽ കെട്ടിയെടുക്കുന്ന പഴയ വേസ്റ്റും കാര്യങ്ങളും പൊടികളെല്ലാം നമുക്ക് പുറത്തു പോകും. വെള്ളം, പെട്രോളിലുള്ള ചെറിയ വെള്ളം, ഈ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് അത് പുറത്തു പോകും. പക്ഷേ ഇഞ്ചക്ടറിൽ നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇഞ്ചക്ടറിൽ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്. അപ്പോൾ ആ ഒരു ഡിവൈസ് ഇവിടെ ഉണ്ട്. അതിലൊരു പർജ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലീനിങ് ലിക്വിഡ് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ആ പ്രഷറിൽ ഇതിലേക്ക് വരുമ്പോൾ അതിനുള്ളിലത്തെ നോസിൽസ് കാര്യങ്ങളിൽ ഈ പർജ് വന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ അതിലത്തെ ക്ലാവ് കാര്യങ്ങൾ ഒരു പുതിയ ഒരു ഇഞ്ചക്ടറും വെക്കും, ഒരു പഴയ ഇഞ്ചക്ടറും വെക്കും. രണ്ടും ഒരേപോലെ തന്നെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ചെക്ക് ചെയ്യും. അല്ലല്ല, സർവീസിൽ ചെയ്യണമല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ക്ലീൻ, അത് നോർമൽ സർവീസ് നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് ചെയ്യലുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. എമയുടെ ഹൈബ്രിഡ് മൈലേജ് ചലഞ്ച് നടന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് വണ്ടിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റിനെ കുറിച്ചിട്ടുള്ള വണ്ടി ഇപ്പോൾ കുഴപ്പമില്ല. ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് ഓക്കെ ആയി. സാർക്ക് എത്ര മൈലേജ് കിട്ടിയിട്ടുണ്ട്? അന്ന് 50-55 ഉള്ളായിരുന്നു. ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മൈലേജ് ഇപ്പോൾ എത്ര 90 സാർക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് നോക്കിയില്ല, 96 പോയിന്റ് കിട്ടി. പിന്നെ ഞാൻ ഒരു പെട്രോൾ പമ്പിൽ മാത്രമേ ഉള്ളൂ എണ്ണ അടിക്കണേ. അതാവുന്ന തോന്നണം എനിക്ക്. പിന്നെ ഓട്ടം ശ്രദ്ധിച്ച് ഓട്ടും ചെയ്യും. കറക്റ്റാക്കി ഓടിച്ച് അത് ആദ്യം അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യം അങ്ങനെ തന്നെ സേഫ്റ്റി നോക്കിയിട്ട് നല്ല രീതിയിലാണ് ഓടിച്ചത്. അതുകൊണ്ടാവുന്ന കരുതണ്. ഓക്കെ. ഇപ്പോൾ സന്തോഷമായി. ഏതായാലും നമ്മളിപ്പോൾ യമഹയുടെ ഹൈബ്രിഡ് മൈലേജ് ചലഞ്ചിൽ സാറ് ഇപ്പോൾ വിന്നർ ആയിരിക്കുകയാണല്ലോ, സെക്കൻഡ് പ്രൈസ്. എന്താണ് സാറിൻ്റെ അഭിപ്രായം ഈ ഒരു ഇവന്റിനെ കുറിച്ചിട്ടും മൊത്തത്തിൽ ഇന്നത്തെ ഒരു ആക്ടിവിറ്റി? ഞാനങ്ങനെ മൈലേജ് നോക്കലില്ല. എനിക്ക് അതിൽ മീറ്ററിൽ കാണിക്കണ എനിക്ക് 51 കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മൈലേജ് ഞാൻ 200-100 അങ്ങനെ അടിക്കുക ചെയ്യുക. അധികം യൂസും ഇല്ല. ആഴ്ചയിൽ ഒരു 10 കിലോമീറ്റർ ഞാൻ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇന്ന് ഉപയോഗിച്ചപ്പോഴാണ് 89 മൈലേജ് കിട്ടിയത്. എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ത് തോന്നുന്നു വണ്ടീനെ കുറിച്ചിട്ടും? വണ്ടി കുഴപ്പമില്ല, സ്മൂത്തായിട്ട് അങ്ങനെ പോകും. അധികം ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ഒരു മൈലേജ് കൂടി കിട്ടും. ട്രാഫിക് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മൈലേജ് കുറഞ്ഞിരുന്നു. 59 കുറഞ്ഞിരുന്നു. ആവറേജ് വണ്ടിക്ക് ആ മൈലേജ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കൺഫേം ആണ്. ഓക്കെ. എന്ത് തോന്നുന്നു വണ്ടിയുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം? റൈഡിങ് കംഫോർട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. സർവീസും കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെയാണ്. ഫോറസ് മോട്ടോഴ്സിൽ നന്നായി ചെയ്തത്. ഓക്കെ, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഗൈസ്, നമ്മളെ യമഹ വണ്ടിയുടെ അതായത് ഫാഷനോഡി റേസഡാറിൻ്റെ ഒക്കെ മൈലേജ് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്കൂട്ടറിൻ്റെ മൈലേജ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മളെ യമഹ കമ്പനിയുടെ സർവീസ് എഞ്ചിനീയറായ അശ്വിൻ സാറ് സംസാരിക്കുന്നതാണ്. നമസ്കാരം. നമ്മൾ യമഹയും അതായത് ഫോറസ്റ്റ് മോട്ടോഴ്സും മഞ്ചേരിയും കൂടിയിട്ടാണ് നമ്മൾ ഇന്നൊരു ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തത്. മൈലേജ് ചലഞ്ച് ആക്ടിവിറ്റി എന്നാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിനെ പറയുന്നത്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട്. ഇത് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി എക്സ്ക്ലൂസീവായിട്ട് യമഹയാണ് കോമ്പറ്റീറ്റേഴ്സിൽ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റാൻഡമായിട്ടൊരു 10 കസ്റ്റമേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവരെ ഇൻവൈറ്റ് ചെയ്ത് തന്നിട്ട് നമ്മൾ അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കംപ്ലീറ്റ്ലി ഈ ആക്ടിവിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പെട്രോൾ ടാങ്കിൽ നമ്മളൊരു ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ നെക്ക് വരെ നമ്മൾ അവരെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യും. അത് ഫില്ല് ചെയ്ത് കസ്റ്റമറിൽ നിന്ന് കിലോമീറ്റർ നോട്ട് ചെയ്ത് കസ്റ്റമറിൽ നിന്ന് സൈൻ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 30 കിലോമീറ്റർ നമ്മൾ റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ 30 കിലോമീറ്ററിൽ ഈ കസ്റ്റമേഴ്സ് എല്ലാവരും കൂടി റൈഡ് ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓരോ കസ്റ്റമേഴ്സിന് നമ്മൾ അതിലെടുത്തിട്ട് ആദ്യം നമ്മൾ 500 ml കറക്റ്റായിട്ട് മെഷറിംഗ് ജാറിൽ അളന്നിട്ട് 500 ml ഫ്യൂവൽ നമ്മൾ ആദ്യം കസ്റ്റമർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തിട്ട് കസ്റ്റമർ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ പെട്രോൾ ടാങ്കിലോട്ട് നമ്മൾ ഫ്യൂവൽ തിരിച്ച് റീഫില്ല് ചെയ്ത് നമ്മൾ ആദ്യം ഇനീഷ്യൽ ഫില്ല് ചെയ്തിട്ടുള്ള ആ ടോപ്പിലെ റെഫറൻസ് പോയിന്റ് വരെ നമ്മൾ തിരിച്ച് ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 500 ml ആ തിരിച്ച് റീഫില്ല് ചെയ്യാൻ എടുത്തിട്ടുള്ള ഫ്യൂവൽ എത്ര ക്വാണ്ടിറ്റി ആണെന്ന്, അതാണ് ആ വണ്ടി 30 കിലോമീറ്റർ ഓടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ആ കസ്റ്റമർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ഈ കിലോമീറ്റർ, അതായത് കിലോമീറ്റർ ഡിവൈഡ് ബൈ നമ്മൾക്ക് കിട്ടുന്ന പെട്രോളിനെ നമ്മൾ ml മാറ്റി നമ്മൾ ലിറ്ററിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ആ ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ കസ്റ്റമർക്കുള്ള മൈലേജ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നത്തെ ആക്ടിവിറ്റിയിൽ നമുക്കൊരു 11 കസ്റ്റമേഴ്സാണ് നമുക്കിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആവറേജ് എല്ലാവരും കൂടി മൈലേജ് കിട്ടിയത് 86.60 നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ആവറേജ് മൈലേജ് എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഗൈസ് കേട്ടില്ലേ? അപ്പോൾ ഇതാണ് യമഹ വണ്ടിയുടെ ഒരു പ്രത്യേകത. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ന് ചെയ്ത ടെസ്റ്റിൽ
96 കിലോമീറ്ററാണ് ഒരു ഫാസിനോയ്ക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത്. ആവറേജ് എല്ലാം കൂടി ഏകദേശം 82-83 കിലോമീറ്ററാണ് മൈലേജും കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു യമഹ പറഞ്ഞൊരു കമ്പനിയാണ് ഈ മൈലേജ് ടെസ്റ്റിന് ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ട് കസ്റ്റമർ അടുത്ത് ലൈവായിട്ട് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തു ഈ യമഹ സ്കൂട്ടറിൻ്റെ മൈലേജ് എന്താണെന്നല്ലേ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് യമഹ സ്കൂട്ടർ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ചേരി ഫോറസ്റ്റ് മോട്ടോഴ്സ്, അതായത് മഞ്ചേരി മലപ്പുറം റോഡിൽ 22 ഫോറസ്റ്റ് മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നോക്കിയാൽ ഒരു ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞ ഒരു വണ്ടിക്കാണ് 96 കിലോമീറ്റർ മൈലേജാണ് ആ വണ്ടിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിന് താഴെ കിട്ടിയിട്ടുണ്ട് 89, 80, 84 അങ്ങനത്തെ വണ്ടികൾ. എന്തായാലും ആവറേജ് ഉണ്ടല്ലോ, ഒരു ആവറേജ് 80-84 എന്ന രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായും യമഹ സ്കൂട്ടേഴ്സിന് മൈലേജ് കിട്ടും. ഓണക്കാലത്ത് ഫോറസ്റ്റ് മോട്ടോഴ്സിൽ കിടിലം ഓഫറുകളായിട്ടുള്ളത് എന്താ വെച്ചാൽ 4000 രൂപ ക്യാഷ് ബാക്ക്, അതുപോലെ തന്നെ ഫ്രീ ആക്സസറീസ്, പിന്നെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഓരോ നറുക്കെടുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗോവയിലോട്ട് ഒരു ട്രിപ്പ്, ഒരു കപ്പിൾസിന് ഗോവയിലേക്ക് ഒരു കിടിലം ട്രിപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്മാർട്ട് വാച്ച്, അങ്ങനെ പല ജാതി ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓണക്കാലം നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക, ഫോറസ്റ്റ് മോട്ടോഴ്സിൽ നിന്ന് നല്ല മൈലേജ്, കിടുക്കാച്ചി മൈലേജുള്ള വണ്ടികൾ, സ്കൂട്ടറുകൾ എടുക്കുക. അപ്പോൾ ഫോറസ്റ്റ് മോട്ടോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം, വണ്ടി എടുക്കാം, കൊണ്ടുപോകാം.